എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു തആല നമുക്ക് തന്നത്. പക്ഷെ എപ്പോഴും നമ്മളെ മനസ്സിലുള്ള എന്താണ്? മതിയായിട്ടില്ല. എന്താ പടച്ചോ കൊണ്ട് തരാത്തത്? ഇഷ്ടം പോലല്ലേ പടച്ചോന്റെ ഖജനാവ്. പടച്ചോ അങ്ങനെ പിഷ്ടിക്കൊണ്ട് തന്നൂടെ? തന്നിട്ട് തന്നെ ഈ കോലം, ഇത്ര തന്നിട്ട് തന്നെ ഈ കോലം. ഇനിയും കൂടി തന്നാലോ പടച്ച റബ്ബിനെ പാടെ മറക്കൂല. തോന്നുന്നുണ്ടോ? പാടെ മറക്കും. തരാൻ അല്ലാഹുവിന്റെ അടുത്തൊന്നും കുറവുണ്ടായിട്ടില്ല. തന്നാല് തീരാത്തൊരു ഖജനാവ് പടച്ച റബ്ബിന്റെ ഖജനാവേ ഉള്ളൂ. അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങളെടുത്ത് എത്ര ഒരു കൂട്ടിയാലും തീർന്നു. എത്ര കോടിപതിയുടെ കോടിയും തീർന്നു. ഒരു ചെറിയ ബ്ലോക്ക് വന്നാൽ മതി. ബ്ലോക്ക് വരുമ്പോ കോടീശ്വരനാണെങ്കിൽ ഓരോ ഇഞ്ചക്ഷൻ ഉണ്ടാകും 50 ലക്ഷം. കാരണം ആള് കോടീശ്വരനല്ലേ, അപ്പൊ അതിനനുസരിച്ച് മരുന്ന് കൊടുക്കണ്ടേ. അപ്പൊ ചെറിയൊരു 1000 രൂപ മരുന്നും താങ്ങൂല. ഒരു 50 ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ ആയിക്കോട്ടെ. 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴേക്ക് കോടി കഴിഞ്ഞു. പിന്നെ ലിസ്റ്റ് വരികയാണ്, കോടീശ്വരനായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ് മതി അതിന്. നിങ്ങളെ വക്കലുള്ളതൊക്കെ തീർന്നു പോകും. എത്ര ഒരു കൂട്ടിയാലും തീരും. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ശേഷിക്കും, അത് തീർന്നു പോകൂല. അള്ളാഹു തആലാക്ക് ഇഷ്ടം പോലെ തരാൻ കഴിവില്ലാഞ്ഞിട്ടാന്ന് കരുതരുത്. എന്തിനാ പടച്ചോൻ ഇങ്ങനെ താങ്ങി നിൽക്കുന്നത് കരുതരുത്. അള്ളാഹു തആല പറഞ്ഞു, വലോ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അള്ളാഹു അവന്റെ അടിമകൾക്ക് ഇഷ്ടം പോലെ അങ്ങ് കൊടുത്തിരുന്നുവെങ്കിൽ എല്ലാവർക്കും, ഒരു നാട്ടിൽ എല്ലാവരും രക്ഷപ്രഭുക്കൾ, എല്ലാവരും കോടിപതിമാർ, അങ്ങനായി മാറിയാൽ ലബഗൗ ഫിൽ അർദ്, ഭൂമിയിൽ അവർ അക്രമം ചെയ്യും. അരുതായ്മകൾ അവർ കൂട്ടിക്കൊണ്ടുവരും. അനുസരണല്ല ഉണ്ടാകുക. മനസ്സിലാകുന്നുണ്ടോ? മുമ്പൊന്നും നമ്മുടെ സഹോദരന്മാരുടെ ചെറുപ്പക്കാരികളുടെ കയ്യിൽ ഇപ്പത്തെ കാലത്തുള്ളതുപോലെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പുണ്ടോ? നിങ്ങൾ പറയണ്ടോ? ഇല്ല. ഇപ്പൊ എല്ലാവരുടെയും കയ്യിലുള്ള തന്നെയല്ലേ അവന്റെ അക്കൗണ്ട്. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കൊണ്ട് ഗൂഗിൾ പേ, അതിലുണ്ട് ഇഷ്ടം പോലെ പൈസ. മുമ്പുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഞാൻ വെറുതെ പറയലുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു 25-കാരനാണെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന മുതലാളിയായി മാറി. പക്ഷെ എന്ത് സംഭവിച്ചു? നന്ദിയല്ലുള്ളത്, നന്ദികേട്. മദ്യപാനം വർദ്ധിച്ചു, മയക്കുമരുന്നിന്റെ അടിമകളായി, കഞ്ചാവിന്റെ വിൽപ്പനക്കാരായി. ഈ കിട്ടുന്ന പണം ചുളിവിൽ പെട്ടെന്ന് കോടിപതികളായി മാറണം. അപ്പൊ മനുഷ്യന്റെ ചിന്ത പോകുന്നത് വികലമായ ചിന്തയിലേക്കാണ്. ഈ കിട്ടുന്ന പണം വികസിപ്പിക്കണം. ഒരു ഭാഗം ചിന്തിച്ചു പലിശക്ക് കൊടുത്തിട്ട് അങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന്. വേറൊരു ഭാഗം ചിന്തിച്ചു ഈ കിട്ടുന്ന പണം പെട്ടെന്ന് വികസിപ്പിക്കണമെങ്കിൽ പെട്ടെന്ന് വരുമാനമുള്ള കച്ചവടം കണ്ടെത്തണം. നാട്ടിലെ ഹലാലായ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. അതൊക്കെ ഒരു വർഷത്തെ വരവ് കൂട്ടി നോക്കുമ്പോ തുച്ഛം വരവാ കിട്ടുന്നത്. പച്ചക്കറി കച്ചവടക്കാരുണ്ട്, വസ്ത്രം വിൽക്കുന്നവരുണ്ട്, മാംസവും മത്സ്യവും വിൽക്കുന്നവരുണ്ട്, ഫർണിച്ചർ ഷോപ്പുകളുണ്ട്, അങ്ങനെ ധാരാളം വിൽപ്പനക്കാരുണ്ട്. ഈ ചെറിയ പണക്കാര് ചിന്തിക്കുന്നു അതിന് നമ്മൾ മെനക്കെട്ട് നിന്നാ ഒരു വർഷം തന്നെ കുറച്ചേ ലാഭമുള്ളൂ. ഒരു മാസം കൊണ്ട് 2 ലക്ഷം കിട്ടണം, 2 മാസം കൊണ്ട് 50 ലക്ഷം കിട്ടണം, ഒരു വർഷമാകുമ്പോഴേക്ക് കോടിപതിയാകണം. അതിനെന്താ മനുഷ്യൻ ഇന്ന് അവലംബിക്കുന്നത്? ഹറാമായ ബിസിനസ്സാണ്, മയക്കുമരുന്നും കഞ്ചാവുമാണ്. നഊദുബില്ലാഹ്, എത്രയാണ് വർദ്ധിച്ചത്. സഹോദരിമാരെ, സങ്കടമുണ്ട്. ഇങ്ങനെ ഒരു മുസ്ലിം സഹോദരി മദ്യപിച്ച് കൂത്താടുന്നൊരു ഘട്ടം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. സഹോദരിമാർക്ക് കുറിച്ചൊരു ബഹുമാനമായിരുന്നു. ഇന്ന് അവരും അതിന്റെ മൊത്ത ചില്ലറ വ്യാപാരികളാണ്, മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും വ്യാപാരികളാണ്, മദ്യപാനത്തിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർച്ചപ്പെടുത്തി പറഞ്ഞൊരു കാര്യമാണ്, മദ്യപിച്ചിട്ട് മയക്ക് വസ്തു ഉപയോഗിച്ചിട്ട് ദുനിയാവിൽ നിന്ന് തൗബ കിട്ടാതെ മരണപ്പെട്ടു പോയ മനുഷ്യൻ അല്ലാഹു അവനെ തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
ദുനിയാവിൽ നിന്ന് തൗബ കിട്ടാതെ മരിച്ചു പോകുന്നത് എത്ര എണ്ണമാണ്? മദ്യപിച്ചിട്ട് ശ്വാസം മുട്ടി മരിച്ചവരെത്രയാണ്? കുത്തുകൂടിയിട്ട് കത്തി കൊണ്ട് കുത്തുകൂടി മരിച്ചവരെത്രയാണ്? തല്ലുകൂടി മരിച്ചവരെത്രയാണ്? ലക്ക് കെട്ടിട്ട് കുടുംബക്കാരെ പോയി മർദ്ദിക്കുന്നതിന്റെ ഇടക്ക് തിരിച്ച് അടി കിട്ടിയിട്ട് മരിച്ചു പോയവരെത്രയാണ്? എത്രയുണ്ട് സഹോദരങ്ങളെ തൗബ കിട്ടാതെ മരിച്ച ആളുകൾ. റബ്ബ് സുബ്ഹാനഹു വ തആല തീനത്തുൽ ഖബാലിൽ നിന്നവന് കുടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാൽ, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരുടെ ചീഞ്ചലമാണ്. നരകക്കാരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന്, നരകക്കാരുടെ കക്ഷഭാഗത്ത് നിന്ന്, നരകക്കാരുടെ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന, വായയോട് അടുപ്പിക്കാൻ കഴിയാത്ത അത്രക്ക് ഉഷ്ണമുള്ള ചീഞ്ചലമില്ലേ, ആ ചീഞ്ചലമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ആർക്കെന്നറിയോ മുസ്ലിമേ? ഒരൊറ്റ പ്രാവശ്യം മദ്യപിച്ചിട്ട്, ഒരൊറ്റ പ്രാവശ്യം മയക്കുമരുന്നിന്റെ വസ്തു ഉപയോഗിച്ചിട്ട് തൗബക്ക് ചാൻസ് കിട്ടാതെ നീ എങ്ങും മരിച്ചുപോയാൽ, കാരണം നിന്റെ ഒരു മനസ്ഥിതിയുണ്ട്, ഇനിയും നന്നാകാൻ അവസരമുണ്ട്, ഇനിയും നന്നാകാൻ എത്രയോ സാഹചര്യങ്ങളുണ്ട്, എത്രയോ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ചിന്തിച്ച് നീ അങ്ങ് നടക്കുമ്പോ പെട്ടെന്നാണ് നിന്റെ മരണം വന്നെത്തിപ്പോയത്. ഒരുപക്ഷെ ഏതൊരു ആക്സിഡന്റ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അറ്റാക്കാണ്, അല്ലെങ്കിൽ സഹോദര പെട്ടെന്ന് നീ ബോധം കെട്ട് വീണുപോയി, പെട്ടെന്ന് നിന്റെ ശരീരം നിശ്ചലാവസ്ഥയിലായി പോയി. പലതും നിർവഹിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ഒന്ന് തൗബക്ക് പോലും ഒരു ചാൻസ് കിട്ടാതെ പെട്ടെന്ന് നീ അങ്ങ് മരണപ്പെട്ടു പോയപ്പോൾ നീ കുടിക്കേണ്ട ജലമേതാന്നറിയോ? നീ നിന്റെ വായിലേക്ക് നാളെ ആഖിറത്തിൽ നിർബന്ധമായും ഒഴിക്കേണ്ടി വരുന്നത് അത്ര ചൂടുള്ളൊരു വെള്ളം ദുനിയാവിൽ ഒരാൾക്കും കിട്ടൂല. നരകത്തിന്റെ വെള്ളത്തിന്റെ ചൂടെത്രയാണെന്ന് ഇന്ന് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഓതിയില്ലേ? അൽ-കഹ്ഫ് സൂറത്തിൽ ഓതിയില്ലേ? നരകത്തിന്റെ വെള്ളത്തിന്റെ ചൂടെത്രയാണ്? നരകത്തിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ചൂട്, ഇന്നാ അഅ്തദ്നാ ലിൽ-ളാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസൂ യുഗാസൂ ബിമാഇൻ യശ്വിൽ വുജൂഹ്. ആ വെള്ളം മുഖത്തോട് അടുപ്പിക്കുമ്പോഴേക്ക് ചുണ്ടും അതാ മുഖത്തിന്റെ ഭാഗങ്ങളും ചുട്ടുപടുത്ത് വേന്തുരുകിയിട്ട് അതിലേക്ക് കഥാ കൊടിഞ്ഞു വീഴുന്നു. മുഖത്തിന്റെ ഭാഗം മുഴുവനും കരിഞ്ഞുപോയി. യശ്വിൽ വുജൂഹ്. നമുക്ക് പരിചയമുള്ള അതേ ഭാഷ തന്നെ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കും തിരിയാത്ത ഭാഷയല്ല, ആലിമൊന്നാകണ്ട, നാടന്മാർക്ക് തിരിയണ ഭാഷയിലാണ് അല്ലാഹു തആല പറഞ്ഞത്. ഷവായ അറിയോ? ഷവായ അറിയോ? ഷവർമ അറിയോ? അറിയും. എന്റെ നേരെ ചേട്ടനോ അഞ്ചനോ ആണ് ഷവായ. ഷവായ ഇവിടെ ഒന്നില്ലേ? ഉണ്ട്. എന്താ ഷവായ എന്ന സാധനം? ചുട്ട് കരിച്ച സാധന. അതിനുള്ള ഒരു പ്രയോഗമാണ് ഖുർആൻ, യശ്വിൽ വുജൂഹ്. മുഖങ്ങളെ ചുട്ട് കരിക്കുന്ന വെള്ളം കുടിക്കണ്ട, അടുത്തേക്ക് അടുപ്പിക്കുമ്പോഴേക്ക് ആ കടുത്ത ചൂടുള്ള ചീഞ്ചലമാണ് കുടിക്കാനുള്ളത്. അതിന്റെ ഒരു നാറ്റോ, അതിന്റെ ഒരു ദുർഗന്ധമോ സഹിക്കാൻ കഴിയൂല, സഹിക്കാൻ കഴിയൂല. ഇവിടത്തെ ഏതെങ്കിലും ഓവുചാലിൽ നിന്ന് വാസനിക്കുന്ന വാസനയല്ല. ഒരൊറ്റ വർഷം കുളിക്കാത്തവന്റെ സ്വകാര്യ അവയവങ്ങളോ അവന്റെ കക്ഷഭാഗമോ വാസനിക്കുന്ന വാസനയല്ല. നരകക്കാരന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലത്തിന്റെ മണം, ഒരൊറ്റ തുള്ളി വെള്ളം ഭൂമിയിലേക്ക് അല്ലാഹു തആല ഒന്ന് ഉറ്റിച്ചാൽ അതിന്റെ വാസന സഹിക്കാൻ കഴിയാതെ ഭൂമിവാസികൾ മുഴുവനും ബോധം കെട്ടി വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്രക്ക് ദുർഗന്ധമുള്ള ജലമാണ്. അത് കുടിക്കണോ നമുക്ക്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. പണം നിയന്ത്രിക്കണം. രക്ഷിതാക്കളോട് ഞാൻ ആമുഖമായി പറയാം, പണം നിയന്ത്രിക്കണം. മക്കളെ കയ്യിലുള്ള പണം നിയന്ത്രിക്കണം. രക്ഷിതാക്കളെ നിയന്ത്രിക്കണം. മുഴുവൻ പണവും സ്വരൂപിച്ചു വെക്കണം.
കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിക്ക് ഓരോ ദിവസവും കിട്ടുന്ന വരുമാനത്തിന് കറക്റ്റായി ഭക്ഷണത്തിനും എണ്ണ അടിക്കാനുള്ള പണം 1 രൂപ പോലും ഏറെ കൊടുക്കാൻ പാടില്ല. ഡെപ്പോസിറ്റ് ചെയ്യണം. അവന് കുറച്ചുകൂടി കഴിയുമ്പോൾ ഉംറക്ക് പോകാനോ അല്ലെങ്കിൽ വിവാഹത്തിന് മഹർ വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ 4-5 സെന്റ് വീട് വെക്കാൻ വാങ്ങാനോ നല്ലതിന് ഉപയോഗപ്പെടും. വെറുതെ കയ്യിലിരിക്കുന്ന പണേ 1-2 സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചു വരും. തക്കാളിയോ അല്ലെങ്കിൽ കിഴങ്ങോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ. ബാക്കിയുള്ളത് പല ഭാഗത്തൂടെയും പോകും. കുട്ടി അവിടെ ജോലിയിലാണ്. അവനെത്ര വയസ്സായി? 21 വയസ്സായിട്ടു. കല്യാണം കഴിച്ചില്ല. ജോലി എടുത്ത കാശും കൊണ്ട് അയക്കലുണ്ടോ? ഞാൻ പിന്നെ അതൊന്നും ചോദിക്കാറില്ല. മനസ്സിലായി? ചോദിക്കാറില്ലെങ്കിൽ ആ വെറുതെ ഇരിക്കുന്ന പണം അനാവശ്യ മാർഗങ്ങളിലേക്ക് പോകും. ഡെപ്പോസിറ്റ് ചെയ്യണം. ബാപ്പ അല്ലെങ്കിൽ ഉമ്മ അത് സൂക്ഷിക്കണം, നിർബന്ധാണ്. ഒരൊറ്റ കുട്ടിന്റെ കയ്യിലും പണം വെറുതെ കൊടുത്തുകൂടാ. ഞാൻ പറയുന്നതിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. നാട്ടിൻ പുറങ്ങളിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, സംഭവങ്ങൾ മുഴുവനും ഇതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ സദസ്സിൽ ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിവെച്ചത് മുത്തഖിയായ നിലക്ക് ജീവിതത്തിൽ മുഴുവനും ജീവിതകാലം മുഴുവനും തഖ്വയിലായി ജീവിച്ച ഒരു വലിയ മഹാനുഭാവൻ, ഔലിയാക്കളിൽ ഏറ്റവും വലിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റിയുള്ള ആയത്താണ് നേരത്തെ ഞാൻ ഓതിവെച്ചത്. ആ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഖുർആൻ പറഞ്ഞ പേരറിയോ? അൽ അത്ഖാ വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യസ്ലന്നാറൽ കുബ്റാ വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തീ മാലഹു യതസക്കാ. സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി അല്ലാഹു പറഞ്ഞൊരു സ്ഥാനപ്പേര് വസയുജന്നബുഹാ. ആ നരകത്തിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കും. നരകത്തെ തൊടൂല. നരകത്തിന്റെ തീപ്പൊരി വാസനിക്കേണ്ടി വരില്ല. നരകത്തിന്റെ വാസന അനുഭവിക്കേണ്ടി വരില്ല. നരകം കണ്ടിട്ട് ഭയന്ന് വിഹ്വലരാകേണ്ടി വരില്ല. വസയുജന്നബുഹൽ അത്ഖാ. ഏറ്റവും തഖ്വയിൽ ജീവിച്ച, തന്റെ ജീവിതത്തെ തഖ്വയിലാക്കി കൊണ്ട് നടന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിച്ച 7 മഹാന്മാർ അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിച്ചതിന് വേണ്ടി കഠിന ശിക്ഷ അനുഭവിച്ച 7 ആളുകളെ മോചിപ്പിച്ച മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ തഖ്വയുടെ ഏറ്റവും വലിയ മൂല്യമാണ് തൊട്ട് താഴെ അല്ലാഹു പറയുന്നത് അല്ലദീ യുഅ്തീ മാലഹു യതസക്കാ. തന്റെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ചെലവഴിച്ചു പോയി. 7 വലിയ മഹാന്മാര് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവരുടെ യജമാനന്മാരും കുടുംബക്കാരും കഠിനമായവരെ പീഡിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഒരാളാണ് സയ്യിദുനാ ബിലാൽ. മറ്റൊരു മഹാനാണ് ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു. വേറെ ഒരു സഹോദരിയാണ് നഹദിയ എന്നൊരു സഹോദരി. 4-ാമത്തെ ആള് ആ സഹോദരിയുടെ മകൾ. 5-ാമത്തെ ആള് സിന്നീറ ബീവി. 6-ാമത്തെ ആള് ഉമ്മു ഈസ റളിയല്ലാഹു അൻഹാ. മറ്റൊന്ന് 7-ാമത്തെ ആള് ബനുൽ മുഅമ്മൽ കുടുംബത്തിലെ അടിമ സ്ത്രീ. 7 പേരുടെയും ചരിത്രങ്ങൾ 7 ആക്കി പറയണം. അതിനൊന്നും സമയം ഒതുക്കൂല. പറയേണ്ട വിഷയങ്ങൾ കുറച്ചുകൂടി ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഈ 7 ആൾക്കാരെ മോചിപ്പിക്കുന്നതിൽ ലക്ഷക്കണക്കിന് സമ്പത്താ ചെലവഴിച്ചത്. ബിലാൽ റളിയല്ലാഹുവിനെ മോചിപ്പിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ ഉമയ്യത്ത് പറഞ്ഞു ബിലാലിനെ മോചിപ്പിക്കാൻ ഇഷ്ടം പോലെ, കുറച്ചൊന്നുമല്ല. ഒരടിമക്ക് പറയുന്ന മോചനത്തിന് പറയുന്ന സംഖ്യൊന്നുമല്ല. ഒരാളും പറയാത്ത അത്ര വില പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ചിന്തിക്കാതെ, ഒരിക്കലും മടിച്ചു നിൽക്കാതെ കൊടുക്കേണ്ടത് മുഴുവനും അങ്ങ് കൊടുത്തു.